യൂസുഫ് അലി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കോടീശ്വരനാണ്. മലയാളി എന്നതിലപ്പുറം അർപ്പണബോധമുള്ള, വിശ്വാസത്തെ മറക്കാത്ത, മാതാപിതാക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ച നല്ല ഒരു സന്മനസ്സിൻ്റെ ഉടമയാണ് യൂസുഫ് അലി എന്ന് പറയുന്നത്. യൂസുഫ് അലിയുടെ ഒരു അഭിമുഖത്തിലെ ഒരു ചെറിയ ഒരു ഭാഗം കേൾക്കുകയുണ്ടായി. തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകർക്ക് അത് ഉപകാരപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല കോടീശ്വരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മലയാളികളും വിദേശികളും അടക്കം പല കോടീശ്വരന്മാർ ജീവിതത്തിൻ്റെ പല വഴികളിൽ ചിന്നിച്ചിതറികൊണ്ട് പരാജയപ്പെട്ട പല കോടീശ്വരന്മാരെ കുറിച്ച്. പക്ഷേ യൂസുഫ് അലി അന്നും ഇന്നും എന്നും എന്ന നിലക്ക് നമുക്ക് പറയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലോകമെമ്പാടും വളർന്നു പന്തലിച്ചിരിക്കുന്നു. എന്താണ് കാരണം? പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഒരൊറ്റ കാരണം നമുക്ക് ഉറപ്പിച്ചു പറയാം. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ കാരണം മാതാപിതാക്കളോടുള്ള സ്നേഹമാണ്. അതിലേറെ യൂസുഫ് അലി ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നത്, എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം പുറപ്പെടുമ്പോൾ ഈ ചൊല്ലുന്ന ഈ ഒരു ദിക്ർ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നേരിട്ട് വീക്ഷിക്കാം. കാലത്ത് ഞാൻ എന്നും എൻ്റെ ചെറുപ്പം എൻ്റെ വല്യപ്പ അത് പഠിപ്പിച്ചതാണ്. എന്നും കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുമിനു ബിഹി വനതവക്കലു അലൈഹി, ദൈവത്തിലേക്ക് അർപ്പിച്ചിട്ടാണ് ഞാൻ എന്നും പുറത്തിറങ്ങുക. ഇസ്ലാമിക വിശ്വാസങ്ങളെയും മാനങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ബിസിനസ് നടത്തുക എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യം തന്നെയാണ്. പലരും പണത്തിന് മുന്നിൽ മതത്തെയും പരസ്പര സ്നേഹത്തെയും നാട്ടുകാരെയും മാതാപിതാക്കളെയും മറക്കുമ്പോൾ യൂസുഫ് അലി എന്ന് പറയുന്ന ശതകോടീശ്വരനായ ഈ ഒരു വ്യക്തി നമുക്കൊക്കെ വലിയ സന്ദേശമാണ് നൽകുന്നത്. ഒരു പക്ഷേ യൂസുഫ് അലി തനിക്ക് വരാനിരിക്കുന്ന 3 തലമുറക്കുള്ള സമ്പാദ്യം ഇപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാവിധ വിധിവിലക്കുകളിലൂടെ മുന്നോട്ട് പോകുന്ന വളരെ ധർമ്മിഷ്ഠനായ യൂസുഫ് അലിയുടെ ഈ വാക്കുകൾ നമുക്കൊക്കെ ഏറെ പ്രചോദനമാണ്. ഈ ഒരു ദിക്റും അതുപോലെ തന്നെ ജീവിതത്തിൽ എവിടെ നമ്മൾ പോയാലും എത്ര ഉന്നതിയിലെത്തിയാലും ഇതിനെല്ലാം എനിക്ക് തുടക്കം തന്നത്, ഇതെല്ലാം എൻ്റെ കയ്യിലുള്ളതെല്ലാം എൻ്റെ റബ്ബിൻ്റെതാണ് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യൂസുഫ് അലിക്ക് ഇനിയും ഒരുപാട് പാവങ്ങളെ സഹായിക്കാനും ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിക്കാനും പാവങ്ങളുടെ കോടീശ്വരനായിക്കൊണ്ട് ഇവിടെ വസിക്കാനും ഉള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.